ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സ്കാലപ്പ് വർക്ക് ചെയ്യണ മെത്തേഡാണ്. അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഏത് ഭാഗത്താണ് സ്കാലപ്പ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് ക്യാൻവാസ് വെച്ചിട്ട് അയൺ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിതാ ചുരിദാറിൻ്റെ തായ് ഭാഗത്താണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ആ ഭാഗത്ത് നമ്മൾ ഏത് ഷേപ്പിലാണ് വർക്ക് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് കളർ കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിതാ ഇതുപോലെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഈ ടോപ്പിൻ്റെ തായ് ഭാഗം കംപ്ലീറ്റായി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. സ്കാലപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സി ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെലക്ടറിൽ സി ആക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ ലെങ്ത്ത് 0-നും 1-നും ഇടയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇവിടെ 0 ആക്കി കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ ഈ മാർക്ക് ചെയ്ത ഓരോ കോർണറിലെത്തുമ്പോഴും സൂചി ഇതുപോലെ താഴ്ത്തി വെച്ച് ക്ലോത്ത് തിരിച്ചിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത കംപ്ലീറ്റ് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് മാർക്ക് ചെയ്ത കംപ്ലീറ്റ് ഭാഗം സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാലൻസ് വരുന്ന ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ത്രെഡിൽ കട്ടിങ് കുടുങ്ങാതെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ കംപ്ലീറ്റായി കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഇതാ കട്ടിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിതാ ചുരിദാറിൻ്റെ 2 സൈഡിലും താഴ് ഭാഗത്തായിട്ടും 2 സ്ലീവിൻ്റെ താഴ് ഭാഗത്തായിട്ടും സ്കാലപ്പ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലത്തെ പുതിയ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.